ഐതിഹാസികമായ ചരിത്രത്തിലെ ജാജ്വലമായ ഈ മുഹൂർത്തത്തിന് മുസ്ലിം ഉമ്മത്തിന് സാക്ഷ്യം നൽകിയ ബഹുമാനനായ സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫിരി മുത്തുക്കോയ തങ്ങൾ, ബഹുമാന്യരും ആദരണീയരുമായ സാദാത്തുക്കളെ, സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ബഹുമാന്യരായ ആത്മീയ നായകരെ, പ്രിയ സഹോദരങ്ങളെ, എല്ലാവരും ബഹുമാന്യനായ സയ്യിദുൽ ഉലമ ഈ വൈകിയ സന്ധ്യയിൽ നമ്മെ അഭിസംബോധന ചെയ്യാൻ എല്ലാവരും ഈ പുണ്യമായ മഹത്തായ ആ സുഹൃത ഭാഷണം കേൾക്കാൻ അകത്തോട്ട് കയറിയിരിക്കാൻ എല്ലാവരോടും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ചരിത്രത്തിലെ ഏറെ പ്രാധാന്യമുള്ള ഒരു നൂറ്റാണ്ട്. 100 വർഷങ്ങൾക്ക് മുമ്പ് കേരളക്കര കണ്ട ഏറ്റവും പ്രഗത്ഭനായ ആത്മീയ നക്ഷത്ര ജ്യോതിർഗോളങ്ങളായ ബഹുമാന്യനായ വരക്കൽ ബാലവി മുല്ലക്കോയ തങ്ങൾ, ബഹുമാന്യനായ അഹമ്മദ് കോയ ശാരിയാത്തി തങ്ങൾ, ബഹുമാന്യനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ വരാനിരിക്കുന്ന സമൂഹത്തിന്റെ എല്ലാ ഉൾത്തെടുപ്പുകളെയും തിരിച്ചറിഞ്ഞ് നാഥനില്ലാതെ ചിതറിപ്പോകുമായിരുന്ന ഒരു സമൂഹത്തിന് ഏകദിശയിലൂടെ ഒരു പാതയമൊരുക്കണമെന്ന് അനിർവചനീയമായ ആഗ്രഹത്തിന്റെ മേൽ ഒരുമിച്ച് കൂട്ടപ്പെട്ട മഹത്തായ ഒരു ജമിയ, സമസ്ത കേരള ജമീയത്തുൽ ഉലമ. ആ ജമീയത്തുൽ ഉലമ എന്ന സംഘടന, ആ സംഘബോധം, ആ കൂട്ടായ്മ 1 നൂറ്റാണ്ട് പിന്നിടുക എന്ന് പറയുന്നത് ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ മുഹൂർത്തമാണ്. ആ 1 നൂറ്റാണ്ടിലെ പ്രയാണം എന്ന് പറയുന്നത് കേവലം ഒരു ആലങ്കാരിക പ്രയോഗമല്ല. ഈ നൂറ്റാണ്ടുകളുടെ ഉള്ളിൽ വർഷങ്ങൾ കടന്നുപോയി. കലാപങ്ങളും കാലുഷ്യങ്ങളും കലഹങ്ങളും നിറഞ്ഞ അനേകം വർഷങ്ങളും വെല്ലുവിളികളും പ്രതിസന്ധികളും പ്രയാസങ്ങളും നിറഞ്ഞ ഒരു വലിയ കാലഘട്ടമാണ് തിരിഞ്ഞു നോക്കുന്ന 1 നൂറ്റാണ്ട്. ആ ഋതുഭേദങ്ങളുടെ ഒരു പുഴുക്കുത്തുകളെയും തങ്ങളിലേക്ക് ഏശാതെ ഒരു ജനലക്ഷങ്ങളെ ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ കഴിയുക എന്നത് അതൊരു ഭഗീരഥ പ്രയത്നമാണ്. കാരണം കാലത്തിന്റെ വേലിയേറ്റങ്ങളെയും കാലത്തിന്റെ കുതിച്ചോട്ടങ്ങളെയും പോറലേൽക്കാതെ കവച്ചു വെക്കുക എന്നത് ഒരു വലിയ ദൗത്യം തന്നെയാണ്. എല്ലാ സത്യത്തിനെതിരെ തിരിഞ്ഞു നിന്ന ഇരുട്ടിന്റെ ശക്തികളെ നശിപ്പിച്ച ഒരേ ഒരു മൂലകാരണം അത് കാലത്തിനെ കവച്ചു വെക്കാൻ കഴിയാത്തതാണ്. ഐച്ഛികമായ വിഭവങ്ങളുടെ ആഡംബരങ്ങളുടെ പുറകെ കടന്നുപോയ, മരിച്ചു മണ്ടടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ലോകമില്ലെന്ന് ലോകത്തോട് പറഞ്ഞു പോയൊരു ജനത, ആ ജനതയെ ലക്ഷ്യബോധമില്ലാത്തൊരു ജനതയെ കഴിഞ്ഞ നൂറ്റാണ്ടിലെ മുഴുവൻ ജനതയെ നശിപ്പിച്ചത് കാലത്തിന്റെ വേലിയേറ്റങ്ങളാണ് ഞങ്ങളെ ഈ ലോകത്ത് നിന്ന് നശിപ്പിച്ച് കളഞ്ഞത്. കരിഞ്ഞുപോയ 1 നൂറ്റാണ്ടിന്റെ കഥ പറയുമ്പോൾ ആ കാലത്തിന്റെ ധാരാളം വ്യതിയാനങ്ങൾ ഉണ്ടായി. ഏകാധിപതികളും സർവാധിപതികളും സ്വേച്ഛാധിപത്യങ്ങളും ലോകം വാണു. ഇസങ്ങളും ദർശനങ്ങളും ലോകത്ത് ധാരാളം ഉണ്ടായി. പക്ഷേ കഴിഞ്ഞ 1 നൂറ്റാണ്ടിന്റെ ഉള്ളിൽ പിഴുതെറിയപ്പെടുന്ന ഇസങ്ങളുടെ മുമ്പിൽ, കുടിച്ചു മൂടപ്പെട്ട ഇസങ്ങളുടെ മുമ്പിൽ, പിഴുതെറിയപ്പെട്ട ധാരാളം പ്രതിമകൾ, കുടിച്ചു മൂടപ്പെട്ട ഇസങ്ങൾ, വലിച്ചെറിയപ്പെട്ട പ്രത്യയശാസ്ത്രങ്ങൾ, അവയുടെ എല്ലായിടത്തിന്റെയും ഇടയിൽ ഒരേ ഒരു നിഷ്കളങ്കതയോടെ കാലത്തിന്റെ ഒരു വേലിയേറ്റത്തിനും വിട്ടുകൊടുക്കാതെ ആദർശ തെളിമയോടെ, ആദർശ പ്രതിബദ്ധതയോടെ, മാറ്റത്തിരുത്തലുകളില്ലാതെ, പതറാതെ, കുലുങ്ങാതെ വേലിയേറ്റങ്ങളെ മുഴുവനും അതിജീവിച്ച് 1 നൂറ്റാണ്ടിലോട്ട് കടന്നുപോയ സമസ്ത കേരള ജമീയത്തുൽ ഉലമ ഞാൻ ഒറ്റ വാക്കിൽ അവസാനിപ്പിക്കുകയാണ്. എന്തിനാണ് മഹാനായ സയ്യിദുൽ ഉലമ തന്റെ ജീവിതത്തിന്റെ സായാഹ്ന കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിന്റെ കുത്തൊടുക്കുകളിൽ ഒരു ചണ്ഡികളുടെ പോലും സ്പർശനമോ ദർശനമോ ഏൽക്കാത്ത ആ മഹത്തായ പ്രസ്ഥാനത്തിനെ തലയിലേറ്റി കന്യാകുമാരിയിൽ നിന്ന് കാസർഗോഡേക്ക് നടത്തുന്ന ഈ പ്രയാണ യാത്ര എന്തിനെ എന്ന് ചോദിച്ചാൽ, ഈ പാദങ്ങൾ മരവിക്കുമ്പോഴും കാലുകൾ വേദനിക്കുമ്പോഴും വഴിയ എന്ന് പറയുമ്പോഴും എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ, കേരളത്തിന്റെ തെരുവോരങ്ങളെയും സായാഹ്നങ്ങളെയും ചായവും ചമൽക്കാരവും ചേർത്ത ഈ യാത്ര ഭൗതിക ലോകത്തിന്റെ ഒരു സുൽത്താന്റെ വാഴ്ചക്ക് വേണ്ടിയല്ല. മഹാനായ ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ, ഈ യാത്രയുടെ സന്ദേശം പാരമ്പര്യത്തിന്റെ സന്ദേശമാണ്. പാരമ്പര്യത്തിന്റെ സന്ദേശം, ഈ പാരമ്പര്യ ദീനിന്റെ പൈതൃക സൗഗന്ധികത്തെ പോറലേൽക്കാതെ പാമര ജനതയുടെ പരലോക പാതയമായി പടച്ചവന്റെ മുമ്പിൽ സമർപ്പിക്കാൻ
ഒരു പായക്കപ്പലുമായി യമനി പാരമ്പര്യത്തിന്റെ കപ്പിത്താൻ ഇറക്കി തിരിച്ചത് ഈ ഭൂമി ലോകത്തിന്റെ വാഴ്ത്തുപാട്ടുകൾക്കല്ല, സ്തുതിഗീതങ്ങൾക്കല്ല. ഈ സായാഹ്നത്തിന്റെ തളർച്ചകളിൽ ഉമ്മത്തിന്റെ മുമ്പിൽ ശോഭയോടെ ഇരിക്കുമ്പോഴും ആ പ്രയാണ ദൗത്യത്തിന് ഒരൊറ്റ മാറ്റേ ഉള്ളൂ, ഒരൊറ്റ സന്ദേശമേ ഉള്ളൂ. ഏകാധിപത്യത്തിന്റെ കൊട്ടാരത്തിൽ ജഅഫർ ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ച മഹാനവറുകൾ പറഞ്ഞ ഒരേ ഒരു ദൗത്യം, മിൻ ലീഖി ദുനിയ ഇലാ സഅത്തിൽ ആഖിറ. ഈ കുടിച്ചു മൂടപ്പെട്ട പ്രതിമകളുടെ മുകളിൽ എവിടേക്കാണ് നിങ്ങളുടെ പ്രവാചകന്റെ പ്രയാണം ക്ഷണമെന്ന് വിളിക്കുമ്പോ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ തടിച്ചുകൂടിയ ഈ ആദർശ ജനതയെ സയ്യിദുൽ ഉലമ വിളിക്കുന്നത് ഭൗതിക ലോകത്തിന്റെ മാസ്മരിക ചെപ്പുകൾ തുറക്കാനല്ല, ഈ സായാഹ്നത്തിന്റെ സ്വർണ്ണക്കിലക്കത്തിനല്ല, ഈ ഐച്ഛിക ലോകത്തിന്റെ കുടുസതയിൽ നിന്ന് ആഖിറത്തിന്റെ വിശാലതയിലേക്ക് കഴിഞ്ഞുപോയ പ്രമേയ പ്രഭാഷകര് മുഴുവനും പറഞ്ഞ ഒരു പ്രമേയത്തിലേക്ക് ഇസ്ലാം, ഈ പ്രമാണങ്ങളുടെ ഇസങ്ങളുടെ ഇരുട്ടിൽ നിന്ന് ഇസ്ലാമിന്റെ നീതിയിലേക്ക് വെളിച്ചത്തിലേക്ക് ക്ഷണിക്കാൻ, ആ ക്ഷണത്തിന് ഉത്തരം നൽകാൻ ഒരുമിച്ച് കൂടിയ കൊല്ലം പീരങ്കി മൈതാനിയിൽ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ടവരോട് സയ്യിദുൽ ഉലമ വിളിക്കുകയാണ്. ഫെബ്രുവരിയുടെ ആദ്യ വാരത്തിലെ സായാഹ്നത്തിൽ 5, 6, 7, 8 തീയതികളിൽ ഒരു നൂറ്റാണ്ടിലൂടെ വന്ന ആ മഹാജനസന്ധയത്തിന്റെ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങ മുതൽ സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളിൽ എത്തി നിൽക്കുന്ന ഒരു നൂറ്റാണ്ടിന്റെ പ്രയാണത്തിന്റെ നൗകയുടെ ഓളങ്ങളിൽ സന്തോഷത്തോടെ ഒരുമിച്ച് കൂടാൻ ഫെബ്രുവരി 8-ാം തീയതിയിലെ ജനലക്ഷങ്ങളുടെ മഹാസമ്മേളനത്തിൽ ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുന്ന ഒരു നൂറ്റാണ്ടിന്റെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. കൊല്ലം നിവാസികളോട് എന്റെ ദൗത്യം എന്ന രീതിയിൽ അടുത്ത നൂറ്റാണ്ടിനെ ഏറ്റെടുക്കാൻ ആരുണ്ട്? അടുത്ത വെളിച്ചത്തെ കാണാൻ ആരുണ്ട്? ഒരു നൂറ്റാണ്ടിൽ ഒരിക്കൽ മാത്രമുണ്ടാകുന്ന സുറയ്യ നക്ഷത്രത്തിന്റെ അവതരണം പോലെ ആ അപൂർവമായ മഹാസംഗമത്തിലേക്ക് സയ്യിദുൽ ഉലമയോടൊത്ത് ആരിഫീങ്ങളോടൊത്ത് ഒരുമിച്ച് കൂടാൻ നിങ്ങളും ഫെബ്രുവരിയിൽ ഉണ്ടാകണമെന്ന് സയ്യിദുൽ ഉലമ വിളിക്കുമ്പോ ആ വിളിക്കുത്തരം നൽകാൻ നമ്മൾ ഉണ്ടാവണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ സമയബന്ധിതമായി കടികാര നിർബന്ധതയോടെയാണെങ്കിലും യാത്രാ ക്ലേശത്തിന്റെ ഇടയിൽ ഒരല്പനേരം വൈകിയെത്തിയ പ്രിയപ്പെട്ട ആദർശ നായകനെ കാത്തിരുന്ന മുഴുവൻ ആളുകളോടും കൃതജ്ഞ രേഖപ്പെടുത്തി ഈ മഹാസമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കാൻ സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീന്റെ ഐതിഹാസികമായ ഒരു സമ്മേളനത്തിന് കൊല്ലം ജില്ല സാക്ഷ്യം വഹിച്ചു. ഇന്ന് സയ്യിദുൽ ഉലമയുടെ സന്ദേശയാത്രയ്ക്കും ഈ കൊല്ലം സാക്ഷ്യം വഹിച്ചു. ഹ്രസ്വമായ കാലയളവിന്റെ ഉള്ളിൽ ചരിത്രത്തിന്റെ ജാജ്വലമായ ഒരു മുഹൂർത്തത്തിൽ ഭാഗധേയത്വം നിർവഹിക്കാൻ കഴിഞ്ഞ അപൂർവമായ സൗഭാഗ്യത്തെ ആയുസിന്റെ കൈവല്യമായി കാത്തു സൂക്ഷിച്ച് ഈ മഹാസമ്മേളനം ഒരുക്കാൻ ഇവിടെ ഒരുമിച്ച് കൂടിയ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുഴുവൻ പ്രവർത്തകരോടും ഷാജഹാൻ അമാനി എന്ന കോർഡിനേറ്ററിന്റെ നേതൃത്വത്തിൽ ജമിയത്തുൽ ഉലമയുടെ ജമിയത്തുൽ മുഅല്ലിമീന്റെ SKSSF-ന്റെ SYS-ന്റെ SKSBV-യുടെ എന്തിനാണ് ഈ കൊച്ചുകുട്ടികളെ കോട്ടണിച്ച് നിർത്തിയിരിക്കുന്ന എന്തിനെന്നറിയോ? കുട്ടികളെ, ഈ നൂറ്റാണ്ട് ഞങ്ങളുടേത് അവസാനിക്കുകയാണ്. അടുത്ത നൂറ്റാണ്ടിലേക്ക് ഈ വെളിച്ചത്തെ എറിയാൻ നിങ്ങൾ ഉണ്ടാവണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇവിടേക്ക് വന്ന മഹാനായ സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ കൊല്ലം ജില്ലയുടെ പേരിൽ എല്ലാവരോടും ഇതിനു വേണ്ടി അഹോരാത്രം പാടുപെട്ട, സഹായിച്ച, സഹകരിച്ച, സാമ്പത്തികമായി, മാനസികമായി, ശാരീരികമായി ഇതുവരെ ഒപ്പം നിന്നവരോട് പടച്ചവനാണ് പ്രതിഫലം, അവന്റെ അടുക്കൽ ഇന്ന ചിരിയില്ല അള്ളാഹു നൽകട്ടെ എന്ന ദുആയോടുകൂടി ഈ ചെറിയ വാക്കിൽ ഇവിടേക്ക് എത്തിയ ഞങ്ങളുടെ സ്വീകരണം, ഞങ്ങളുടെ ആതിഥേയത്തെ സ്വീകരിച്ച ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമക്ക് അള്ളാഹു ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകുമാറാകട്ടെ എന്ന ദുആയോടെ ഓർമ്മകളുടെ ഈ രാത്രിയിലേക്ക് മഹാനവറുകളെ ഒറ്റ വാക്കിൽ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.